വെള്ളപ്പൊക്കം അതേപോലെ ഒരുപാട് സംഭവങ്ങൾ നിപ്പയായിട്ടും നമ്മുടെ കൊച്ചു കേരളം ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ശരിക്കും കൊച്ചു കേരളത്തിന് വേണ്ടി ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെ സമ്പത്തൊക്കെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കാനും അവിടെയുള്ള കുറച്ച് ഹെൽപ്പ് ചെയ്യാനൊക്കെയാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്. ഇപ്പോൾ സിറ്റുവേഷൻസ് ഫുഡും അതേപോലെ അത്യാവശ്യം ഡ്രസ്സും സംഭവങ്ങളും എല്ലാം ഒരുവിധം എത്തിയിട്ടുണ്ട്. ഇനി വരുന്നത് ശരിക്കും ഇവരെ ഒരു പുനരധിവാസ സംഭവങ്ങളിലേക്കാണ് ഇനി മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടത്. ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി ചെന്നിരിക്കുന്ന ആളുകളെ കളിയാക്കാനും അവരെ പുച്ഛിക്കാനും അവർ ആ പാർട്ടിയുടെയാണ് ഈ പാർട്ടിയുടെയാണെന്നൊക്കെ പറയാനൊക്കെ ആരും നിൽക്കരുത്. കാരണം നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ടീഷർട്ടിൻ്റെ കളറോ അല്ലെങ്കിൽ അവരൊരു ലോഗോയോ നോക്കിയിട്ട് മാത്രമല്ല നിങ്ങൾ അതിനെ വിലയിരുത്തേണ്ടത്. കാരണം അവർ അതിനുവേണ്ടി സന്നദ്ധരായി ഇറങ്ങി എന്നുള്ളതാണ് അതൊരു വാല്യൂബിൾ ആയിട്ടുള്ള കാര്യം. ഏത് സംഘടനയാവട്ടെ, ഏത് പാർട്ടി ആകട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങളോ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ആർക്ക് ഫണ്ട് കൊടുക്കും? നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ടായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ക്ലബ്ബുകൾ വഴി നിങ്ങൾക്ക് അതിലേക്ക് ഫണ്ട് എത്തിക്കാം. അപ്പോൾ ലോകത്തിൻ്റെ ഏത് സൈഡിൽ നിന്നും മലയാളികൾ കൂട്ടായ്മ, ശരിക്കും യൂണിറ്റി. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരിട്ടിരിക്കുന്നത് യുണൈറ്റഡ് കേരള മല്ലു. യൂണിറ്റിയുള്ള കൊച്ചു കേരളത്തിലെ മലയാളികളുടെ വൈബ്സ്. അതാണ് എല്ലാവരും തന്നെ കൂടെ നിൽക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ ഓരോ ആളുകളുടെയും ഒരു രൂപ പോലും വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുക. വീടും കുടുംബവും ഒന്നുമില്ലാതെ പാർപ്പിടങ്ങളെല്ലാം പോയി നശിച്ചു പോയി അവരുടെ സമ്പത്തെല്ലാം പോയി നിൽക്കുന്ന മലയാളികൾക്ക് വേണ്ടി നമുക്കൊരിക്കൽ കൂടി ഒരുമിക്കാം.